നോക്കട്ടെ. ഒന്ന് ആ ഭാഗത്ത് ഓക്കെ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, MSM മലപ്പുറം ബസ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം നാളെ പുത്തനത്താണിയിൽ വെച്ചുകൊണ്ട് നടക്കാനിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമായിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കലാലയം മതത്തിൻ്റെ മാനവികത വായിക്കുന്നു എന്ന വിഷയമാണ്. ഇന്ന് ക്യാമ്പസുകളിൽ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വിഷയങ്ങളും, മതവർഗീയത, അതേപോലെ തന്നെ ഒരു മതത്തിൻ്റെ ആചാരങ്ങളും ആദർശങ്ങളുമൊക്കെ പൂർണ്ണമായിക്കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പിന്നോക്കമായി കാണുകയും അതേപോലെ തന്നെ അവരെ കളിയാക്കി അവർ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ആളുകളായിക്കൊണ്ട് ചിത്രീകരിച്ച്, അതോടൊപ്പം തന്നെ ചില മതങ്ങളെയൊക്കെ വർഗീയവൽക്കരിച്ച് തീവ്രവാദത്തിൻ്റെ മതമായിക്കൊണ്ട് ചിത്രീകരിച്ചൊക്കെ ഉള്ള ഒരുപാട് കാഴ്ചകൾ ഇന്നത്തെ ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് കേൾക്കാനാകുന്നുണ്ട്. നമുക്കറിയാലോ, ലോകത്തുള്ള മുഴുവൻ മതങ്ങളും പഠിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്, പരസ്പരം സാഹോദര്യത്തോടുകൂടി ജീവിക്കാനാണ്, പ്രയാസപ്പെടുന്നവനെ സഹായിക്കാനാണ്. ലോകത്ത് ഒരു മതവും തൻ്റെ മതത്തിൽപ്പെട്ടവനല്ലാത്ത ആളുകളെ ആക്രമിക്കുവാനോ അതേപോലെ തന്നെ അപകീർത്തിപ്പെടുത്തുവാനോ അവനെ അപകടത്തിൽപ്പെടുത്തുവാനോ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലോകത്തെ ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലോകത്തെ ഒരു മതവും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ എന്നാലും മതത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന, മതത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ചില ആളുകളിൽ അത്തരം പ്രവർത്തനങ്ങൾ കണ്ടുവരുന്നു. ഇവിടെയാണ് പല ആളുകളും, വിദ്യാർത്ഥികളടക്കം ഒരുപാട് ആളുകൾ മതത്തെ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മതവും ആ മതത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു മതത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്നല്ല ആ മതത്തെ പഠിക്കേണ്ടത്. ഏത് മതമായിരുന്നാലും ആ മതത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോ ആ മതത്തിൻ്റെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അനുയായികളോ ആയ ആളുകളിൽ നിന്നല്ല ആ മതത്തെ മനസ്സിലാക്കുന്നത്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ ആദർശം വിവരിക്കുന്ന വേദഗ്രന്ഥങ്ങളും മറ്റുമുണ്ട്. ലോകത്തെല്ലാ മതങ്ങൾക്കുമുണ്ട്. അത്തരം വേദഗ്രന്ഥങ്ങളിൽ നിന്നും അതിൻ്റെ പ്രത്യയശാസ്ത്രം വിവരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് നമ്മൾ മതത്തെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മതത്തെ തനതായി മനസ്സിലാക്കുവാനുള്ള ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കാൻ, മാനുഷിക മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികൾ, വളർന്നു വരുന്ന അറിവ് നേടി നാളത്തെ സമൂഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നാളത്തെ സമൂഹത്തെ നിർമ്മിക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം ഉള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ക്യാമ്പസിൽ പഠിക്കുന്ന ആളുകൾ ആ ക്യാമ്പസിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നാനാ മതത്തെ മനസ്സിലാക്കുകയും ആ മതത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും അവൻ ചെയ്യേണ്ടത് തൻ്റെ മതത്തെ അവൻ പൂർണ്ണമായിക്കൊണ്ട് വിശ്വസിച്ച് ആ ആദർശം പിൻപറ്റി ജീവിക്കുന്നതോടൊപ്പം തന്നെ പരസ്പരം ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും അവനെ പരസ്പരം പരിഗണിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് ജീവിക്കുവാനൊക്കെ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാകുമ്പോൾ എല്ലാ മതസ്ഥർക്കും ഒരേ ബെഞ്ചിലിരുന്ന്, ഒരേ ക്ലാസ് റൂമിലിരുന്ന് പരസ്പരം വൈകാരികതയില്ലാതെ, വർഗീയതയില്ലാതെ, തീവ്രവാദമില്ലാതെ, മുൻധാരണയില്ലാതെ ആത്മാർത്ഥമായിക്കൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സ്നേഹിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും ജീവിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനവും സുരക്ഷിതമൊക്കെ നിലനിൽക്കും. അത്തരം ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കലാലയം മതത്തിൻ്റെ മാനവിക മൂല്യങ്ങളെ വായിച്ചെടുത്തുകൊണ്ട് ഉന്നതമായ ഒരു സമൂഹം ഈ ലോകത്ത് വളർന്നു വരുന്ന ഒരു ആഗ്രഹമാണ് MSM ഈ സമ്മേളനം നടത്തുന്നതിലൂടെ MSM ലക്ഷ്യമാക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് നാളെ പുത്തനത്താണിയിൽ വെച്ചുകൊണ്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രമേയത്തെ ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തിലേക്ക് എത്തിപ്പെടണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ ജീവിതത്തിലൊക്കെ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഈ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.